ഓട്ടോയിൽ നിന്നും ഇറങ്ങി പൈസ കൊടുത്ത് ഗേറ്റ് കിടന്ന് വരികയാണ് നീരജ. നീരജ അടുത്തെത്താനായതും മാഹി കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ മാഹിയെ തൊട്ടു മുന്നിൽ കണ്ടപ്പോൾ ആരോ പിടിച്ചു വെച്ചതുപോലെ നീരജ അവിടെ തന്നെ നിന്നുപോയി. മാഹിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവരുടെ ചിന്തകളിൽ പോലും ഇല്ലായിരുന്നു. മീരയെ കാണാനുള്ള വെപ്രാളായിരുന്നു ഇതുവരെ. എന്ത് പറ്റി? വീട്ടിൽ ചെന്നിരുന്നെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീരജയുടെ ഒരു കയ്യകലത്തിൽ മാറി നിന്നുകൊണ്ട് മാഹി തിരക്കി. നീരജ ചോദ്യം കേട്ടതും വിങ്ങിപ്പൊട്ടി. താനെന്തിനാ കരയുന്നേ? എടോ, കരയാതെ കാര്യം പറയേ. കണ്ണുനീർ കണ്ടപ്പോൾ മാഹിയും പതറിപ്പോയി. കരയാതെ കാര്യം പറയേ. മാഹി അസ്വസ്ഥനായി. എനിക്ക് മീരയെ ഒന്ന് കാണണം പ്ലീസ്. അത് മാത്രമാണ് നീരജ പറഞ്ഞത്. കാര്യം എന്താണെന്ന് പറയാൻ നീരജ താല്പര്യപ്പെടുന്നില്ലെന്ന് മാഹിക്ക് തോന്നി. പിന്നെ നിർബന്ധിക്കാനും തോന്നിയില്ല. എങ്കിലും ആ കണ്ണുനീർ അയാൾ അസ്വസ്ഥനാകുന്നുണ്ട്. വരൂ. അയാൾ കുഞ്ഞൊരു ഗൗരവത്തോടെ മുന്നിൽ നടന്നു. വെപ്രാളത്തോടെ മാഹിക്ക് പിന്നാലെ നീരജയും. അയാൾ മീരയുടെ ക്യാബിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞ് നീരജയെ നോക്കി. മാഹിയുടെ തൊട്ടു പിന്നിൽ വന്നു നിൽപ്പുണ്ട് നീരജ. അകത്തുണ്ട്, കയറി കണ്ടോളൂ. അയാൾ ക്യാബിൻ ഡോറിന് മുന്നിൽ നിന്ന് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞതും നീരജ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പ്രവേശിച്ചു. പെട്ടെന്നാരോ ഡോറ് തള്ളി തുറന്ന് വരുന്നതറിഞ്ഞ് മീരയൊന്ന് പകച്ചു. അത് നീരജയാണെന്ന് കണ്ടപ്പോൾ ഞെട്ടലാണ് ഉണ്ടായത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചാണ് അവസാനമായി കാണുന്നത്. ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് അവൾ ശരിക്കൊന്ന് ഞെട്ടി. മോളെ മീരെ. നീരജ കരഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഓടി വന്നു. മീര ഇരുന്നിടന്നും പെടിഞ്ഞെഴുന്നേറ്റു. നീരജ ഓടി വന്നവളെ പുണർന്നുകൊണ്ട് വിങ്ങിക്കരഞ്ഞു. മീര കുറച്ചു നേരം അങ്ങനെ നിന്നുപോയി. അവൾക്കൊന്നും മനസ്സിലായില്ല. അമ്മയെ ഇങ്ങനെ തേങ്ങിക്കരയാൻ മാത്രം എന്തുണ്ടായി? അവൾ അന്താളിപ്പോൾ അമ്മയെ നോക്കി. നീരജ ഇപ്പോഴും കരയുകയാണ്. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ അമ്മയെ അടർത്തി മാറ്റി. എന്ത് പറ്റി? അമ്മ എന്തിനാ കരയുന്നേ? അവൾ ആരാഞ്ഞു. മോളെ, നമ്മുടെ നിള അവൾ മരിക്കുന്ന അവർ പറയുന്നേ. എനിക്കെൻ്റെ കയ്യും കാലും തളരുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവളെ മരിക്കാൻ വിടാൻ എനിക്ക് വയ്യ മോളെ. ഇത് നിന്നോട് വന്ന് പറയാൻ എനിക്കൊരു അർഹതയില്ല. പക്ഷെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. സഹായിക്കണം, കൈവിടരുത്. നിന്റെ കാല് ഞാൻ പിടിക്കാം. അവളെ ഒന്ന് രക്ഷിക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീരയുടെ കാലിലേക്ക് അവർ വീണു. പുറത്തൊരു സമാധാനമില്ലാതെ നിന്ന മഹി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നീരജയുടെ പൊട്ടിക്കരച്ചിൽ കേട്ട് പിന്നീട് അവിടെ നിൽക്കാതെ മഹിയും അകത്തേക്ക് കയറി ചെന്നു. അയാൾ കയറി ചെല്ലുമ്പോൾ നീരജ മീരയുടെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ്. അത് കണ്ട് അയാളുടെ നെഞ്ചു നീറി. ഒരിക്കൽ ജീവന തുല്യം സ്നേഹിച്ചവളല്ലേ, ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് കൊതിച്ചതും. പൊന്നുപോലൊരു മകൾ ഒരുപാട് യാത്രകൾ സഹിച്ച് പോരാടി തനിക്ക് നൽകിയവളാണ്. ആ അവളെ ഇങ്ങനെ കാണുമ്പോൾ മഹിക്ക് സഹിക്കുന്നില്ല. അയാൾ സങ്കടത്തോടെ മീരയെ നോക്കി. മീര പതർച്ചയോടെ പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞു. നീരജ കാലിൽ വീഴുമെന്ന് അവളോട് പ്രതീക്ഷിച്ചില്ല. എന്താ മീരേ? മഹി തിടുക്കത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല ചാ, നിനക്കെന്തോ പറ്റിയെന്ന് തോന്നുന്നു. എന്താ അമ്മേ, അവൾക്ക് എന്ത് പറ്റി? ആദ്യം മഹിയോട് പറഞ്ഞുകൊണ്ട് അവൾ നീരജയോട് തിരക്കി. നീരജ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് തേങ്ങിക്കരയുകയാണ്. നിലയുടെ കാര്യമായതുകൊണ്ട് മഹിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. മകളെ ദ്രോഹിച്ചവൾ ഇനി ആരാണെന്ന് പറഞ്ഞാലും അവളോടൊരു സഹതാപവും മഹിക്കില്ല. അതുകൊണ്ട് കാര്യം അറിയാൻ പിന്നീട് വലിയ ഉത്സാഹമൊന്നും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അമ്മേ, കരയാതെ കാര്യം പറയേ. കാര്യം പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? മീര നീരജക്കൊപ്പം നിലത്തേക്ക് മുട്ടുകൂത്തിയിരുന്നു. നിനക്കൊരു ആക്സിഡന്റ്. അവളിപ്പോൾ വെന്റിലേറ്ററില്ല. അവളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന ഡോക്ടർമാർ പറയുന്നേ. അവൾ മരിക്കൂന്ന്. അങ്ങനെ മരിക്കുന്നതും കാത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുമോ മീരെ? അവളെ ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ. അങ്ങനെ ഒരു മകളില്ലെന്ന് തന്നെ കരുതിയതാ ഞാൻ. പക്ഷെ കൺമുന്നിൽ മരണം കാത്ത് കിടക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല മോളെ. ഞാനൊരു അമ്മയല്ലടി. എൻ്റെ പിടിവിട്ട് പോകുക. നീരജ പൊട്ടിക്കരഞ്ഞു. മീരയുടെ മനസ്സൊന്നിടറി. ദേഷ്യമല്ലാതെ മറ്റൊരു വികാരവും നിലയോട് ഇപ്പോൾ തോന്നുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളിന്ന് വരെ തന്നൊരു സഹോദരിയായി കണ്ടിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. അവളെ സ്നേഹിക്കാൻ മാത്രം നന്മയൊന്നും അവളിൽ നിന്നും തനിക്ക് ഉണ്ടായിട്ടില്ല. ഉപദ്രവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. തന്നെ ദ്രോഹിക്കുന്നവരെയും സ്നേഹിക്കാനുള്ള മനസ്സൊന്നും അവൾക്കില്ല. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാണെങ്കിലും നിളയെ അവൾ ശത്രുക്കളുടെ കൂട്ടത്തിലേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിളയുടെ അവസ്ഥയിൽ അവൾക്കൊരു സങ്കടവും തോന്നിയതുമില്ല. മഹിക്കും ഏറെക്കുറെ അങ്ങനെ തന്നെ. സഹായിക്കാനൊട്ടും മനസ്സിലായിരുന്നു. മകളെ വേദനിപ്പിച്ചവരെ സഹായിക്കാനുള്ള ഹൃദയവിശാലതയൊന്നും അയാൾക്കുമില്ല. പറ്റില്ല നീരജേ, അവൾക്ക് വേണ്ടിയാണ് ഈ കണ്ണുനീരെങ്കിൽ അത് വേണ്ട, നിനക്ക് പോകാം.
മഹിയിൽ നിന്നും മറുപടിയും വന്നു. നീരജ കണ്ണു നിറച്ച് മഹിയെ നോക്കി. മഹി ആ ക്ഷണം തന്നെ ആ നോട്ടം മാറ്റിക്കളഞ്ഞു. എന്തോ ആ കണ്ണുനീർ കാണാനുള്ള ത്രാണി അയാൾക്ക് ഇപ്പോഴുമില്ല. നീരജ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ പഴയ കാമിതാവായി പോകുന്നു. ആ പുഞ്ചിരിയിൽ ആനന്ദിക്കുന്ന, ആ കണ്ണുനീരിൽ വേദനിക്കുന്ന ആ ഒരു വ്യക്തിയിൽ അടിമപ്പെട്ടു പോയ ആ പഴയ പാവം കാമുക മനസ്സാണ് മഹിക്ക് നീരജയെ കാണുമ്പോൾ. അയാളത് അടക്കി പിടിക്കാറുണ്ട്, സ്വയം ശാസിക്കാറുണ്ട്. ഇന്നവർ അന്യൻ്റെ ഭാര്യയാണ്, അന്യൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. പഴയ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കുന്നത് തെറ്റാണെന്ന ബോധ്യവുമുണ്ട്. പക്ഷേ മനുഷ്യൻ മരിക്കാത്തടത്തോളം ഓർമ്മകൾക്ക് മരണമില്ല. മീരെ, നീയും കൂടി കൈവിട്ട ചികിത്സിക്കാൻ പണല്ലാതെ ആ ഹോസ്പിറ്റലിൽ കിടന്ന് നമ്മൾ മരിക്കും. അവൾ എത്ര ദുഷ്ടിയോ ആയിക്കോട്ടെ, അവൾ എൻ്റെ മോളല്ലേ. ഞാൻ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതല്ലേ. അവൾ മരിച്ചോട്ടെ എന്ന് കരുതി നോക്കി നിൽക്കാൻ എനിക്ക് എങ്ങനെ പറ്റും? നീരജ പൊട്ടിക്കരയുകയാണ്. മീരൊന്നും മിണ്ടുന്നില്ല. നീ പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു അപകടം പറ്റി മരിക്കാൻ കിടക്കുമ്പോൾ നിന്റെ അച്ഛൻ നോക്കി നിൽക്കുവോ? അവൾ ദ്രോഹിയാണ്, മരിച്ചോടെ നീ ചിന്തിക്കുവോ? ഇല്ലല്ലോ, ജീവൻ രക്ഷിക്കാനല്ലേ നോക്കൂ. നീരജ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങിക്കരഞ്ഞു. മീരേ, എങ്കിൽ അവളുടെ അച്ഛനോട് പോയി ചോദിക്കാൻ പറയേ, അല്ലാതെ ഇവിടെ വന്ന് കരയുകയല്ല വേണ്ടത്. ഒക്കെ കേട്ട ശേഷം മാഹി പറഞ്ഞു. ചോദിക്കാഞ്ഞിട്ടല്ല മീരെ, ഇന്നലെ ഞാൻ അയാളോട് കരഞ്ഞ് പറഞ്ഞതാ. നിലയുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് സഹായിക്കാൻ വയ്യ. അയാൾക്ക് വലുത് കേസ് ഒത്തുതീർപ്പാകുന്നതാണത്ര. കയ്യിലുള്ള കാശെടുത്ത് നിലയെ രക്ഷിച്ച അയാൾക്ക് പിന്നെ ഈ ജന്മം കേസിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ലത്ര. നീരജ അരിശത്തോടെ പറയുമ്പോഴും അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അയാൾ ഒറ്റ ഒരുത്തനാ അവളെ വളർത്തി ഇങ്ങനെയാക്കിയത്. ആവശ്യമില്ലാതെ അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത്, അവൾക്ക് ഓരോ ബുദ്ധി ഉപദേശിച്ച് കൊടുത്തത്. അവസാനം കിട്ടിയ നല്ലൊരു ജീവിതവും പോയി. ദേ ഇപ്പോ ജീവനും തുലാസിലായിപ്പോയി. എന്നിട്ട് അവളെ ഈ ഗതിയിലാക്കിയ അച്ഛനോ സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നു. ആരോടൊന്നില്ലാതെ നീരജ പരിതപിച്ചു. അത് കേട്ടപ്പോൾ മീരയും മഹിയും ഞെട്ടാതിരുന്നില്ല. നരേന്ദ്രൻ സ്വയരക്ഷ നോക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നരേന്ദ്രൻ അത്രത്തോളം പ്രിയപ്പെട്ടവളാണ് നീല. ആ അവളെപ്പോലും അയാൾ നിഷ്കരണം തഴയുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മീരെ, അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന വേദന എത്ര ഭീകരമാണെന്ന് നിനക്കറിയോ? എന്നിൽ നിന്നുണ്ടായൊരു തെറ്റുകാരൻ നീ എന്നിൽ നിന്ന് അകന്നപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് നിനക്ക് മനസ്സിലാവില്ല. അപ്പോൾ മറ്റൊരു മകൾ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഈ ഭൂമിയിൽ നിന്ന് പോയാലോ? ഞാൻ നിന്നോട് ആജ്ഞാപിക്കുവല്ല മോളെ, നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക. എൻ്റെ മോളുടെ ജീവന് വേണ്ടി നിന്നോട് ഭിക്ഷ ചോദിക്കുക. നീരജ വിതുമ്പി. മീര കണ്ണുകൾ ഇറുകിയടച്ചു. നീരജ മഹിയെയും മീരയെയും മാറി മാറി നോക്കി. അറിയുന്ന ബന്ധുക്കളെയെല്ലാം വിളിച്ച് കരഞ്ഞ് പറഞ്ഞതാണ്. എല്ലായിടത്തും ഇതേ സ്ഥിതിയൊക്കെ തന്നെ. സഹായിക്കാൻ പറ്റില്ലല്ലേ? പുറത്തേക്ക് വന്നിരുന്ന വിതുമ്പിൽ കഴിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നീരജ ചോദിച്ചു. മീര ഒന്നും മിണ്ടിയില്ല. നീരജ പതിയെ എഴുന്നേറ്റു. സാരല്ല, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. നിനക്ക് വേണ്ടി സഹായം ചോദിച്ച് ഈ മുറ്റത്ത് വരുന്നത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല, മറ്റൊരു വഴിയും കാണാഞ്ഞിട്ടാ. നിന്നോടൊന്ന് ചോദിക്കണമായിരുന്നെന്ന് പിന്നീട് തോന്നാൻ പാടില്ലല്ലോ. അമ്മ പോട്ടെ. കണ്ണുനീരിനിടയിൽ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നീരജ തിരിഞ്ഞു നടന്നു. നിൽക്ക്. പിന്നിൽ നിന്നും മീരയുടെ സ്വരം കേട്ടപ്പോൾ നീരജ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്ത തിളക്കം. ആച്ചാ, അവൾ മരിക്കാൻ പാടില്ല. നീരജയെ ഒന്ന് നോക്കി മീര മാഹിക്ക് നേരെ തിരിഞ്ഞു. മോളെ, നെയ്. മാഹിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നീരജയുടെ കണ്ണുനീർ അയാൾ അസ്വസ്ഥനാക്കുമ്പോഴും സഹായിക്കാൻ അയാളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നൊരു ഭ്രാന്തൻ്റെ കയ്യിലേക്ക് കൊല്ലാൻ എറിഞ്ഞു കൊടുത്ത അവളുടെ ജീവൻ എൻ്റെ കരുണ കൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് അവൾ അറിയണം. അതറിഞ്ഞുകൊണ്ട് അവൾ ഇനിയും ജീവിക്കണം. ചെയ്ത തെറ്റുകൾ ഓർത്ത് യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ അവൾ അങ്ങ് പോയാൽ അതൊരു തരം രക്ഷപ്പെടലാവില്ലേ? അവൾ ബോധത്തോടെ തിരികെ വരുമ്പോൾ അവളുടെ എല്ലാമായ അച്ഛൻ പോലും കൈവിട്ട് സ്വന്തം കാര്യം നോക്കിപ്പോയത് അവൾ അറിയണം. അവിടെയും എൻ്റെ കാരണമാണ് അവൾക്ക് ഉതകിയതെന്ന് അറിയുമ്പോഴുള്ള അവളുടെ മാനസികാവസ്ഥ എനിക്ക് നേരിൽ കാണണം. അങ്ങനെയെങ്കിലും ഒരിക്കലെങ്കിലും അവളുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. മീര വാശിയോടെ പറഞ്ഞു. ആ വാശിയിൽ അന്നേരം നീരജയ്ക്ക് ആശ്വാസമാണ് തോന്നിയത്. മാഹി ഒന്നും മിണ്ടിയില്ല. അച്ഛാ, ഞാൻ ചെലവാക്കുന്ന ഓരോ രൂപയും അച്ഛൻ്റെ വിയർപ്പാണ്. ഞാനിപ്പോൾ ചോദിക്കുന്നത് ഒരു വായ്പയായിട്ടാണ്. അതെത്രയായാലും ഞാൻ ജോലി ചെയ്ത് വീട്ടിക്കൊള്ളാം. അച്ഛന് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അച്ഛൻ്റെ പണം മുടക്കുന്നതിലുള്ള വിഷമത്തോടെ അവൾ പ്രയാസപ്പെട്ട് പറഞ്ഞു. പറയുന്നത് തെറ്റാവുമോ എന്നൊരു ഭയം അവളിലുണ്ട്. അവളുടെ ആ വാക്കുകൾ മഹിയെ നോവിക്കുക തന്നെ ചെയ്തു. അന്യരോട് പറയും പോലെ അത് നീരജയുടെ മുന്നിൽ വെച്ച്. മഹിയുടെ മുഖം വാങ്ങി അത് മീരക്കും മനസ്സിലായി. അച്ഛാ, വേറൊന്നും ഉദ്ദേശിച്ചല്ല.
അച്ഛന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അച്ഛൻ്റെ പണം ചിലവാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. മാത്രമല്ല അമ്മ അച്ഛൻ്റെ സഹായമല്ലല്ലോ ആവശ്യപ്പെട്ടത്, എന്നോടല്ല സഹായം ചോദിച്ചത്. അപ്പം ഞാൻ തന്നെയല്ലേ സഹായിക്കേണ്ടത്? അവൾ തൻ്റെ ന്യായം പറഞ്ഞു. ആ ന്യായം നീരജയെയും ആശ്വസിപ്പിച്ചു. ഇത്രയും നേരം ഉള്ളിലൊരു ആദ്യം ഉണ്ടായിരുന്നു. മുൻ കാമുകൻ്റെ പണം കണ്ടുവന്നതാണെന്ന ധാരണ അവരിലുണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതിപ്പം മാറിക്കിട്ടി. മീരേ, നിന്റെ മനസ്സിൽ അച്ഛൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല മോളെ. പക്ഷേ അച്ഛനെല്ലാം നീയാണ്. നിനക്ക് വേണ്ടി ഇതെല്ലാം ചെലവാക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ ആവശ്യങ്ങൾക്ക് പണമെടുക്കുന്നതിന് നീ എന്നോട് അനുവാദം ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊക്കെ നിൻ്റേതാണ്, നിൻ്റേത് മാത്രം. ഇനി അങ്ങനെ ഒരു ചോദ്യം നിന്നിൽ നിന്നുണ്ടാവരുത്, മനസ്സിലായോ? അവളുടെ കവളിൽ തട്ടി പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടൊരു ചിരിയും ചിരിച്ച് മാഹി അവിടുന്ന് ഇറങ്ങിപ്പോയി. മീരയ്ക്ക് നീരജയ്ക്കും ആ ഒരു പോക്ക് കണ്ട് ഒരുപോലെ സങ്കടം തോന്നി. അങ്ങനെ ചോദിച്ചത് തെറ്റായി പോയോ എന്നവൾ ചിന്തിച്ചു. മീരേ, അവൾ അങ്ങനെ ഓരോന്നോർത്ത് നിൽക്കുമ്പോഴാണ് അതീവ ദയനീയമായൊരു വിളി കേൾക്കുന്നത്. മീര നോക്കുമ്പോൾ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ് നീരജ. അത് കണ്ടവൾ ധൃതിയിൽ ചെക്ക് ബുക്കും എടുത്ത് ബാഗും ഫോണുമായി വന്നു. മീരയുടെ പേരിൽ മാഹി ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ അവളുടെ ആവശ്യങ്ങൾക്കായി ഭീമമായൊരു തുക നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. വാ, നീരജയെ വിളിച്ചുകൊണ്ട് അവൾ മുന്നിൽ നടന്നു. പിന്നാലെ കണ്ണും മുഖവും തുടച്ച് നീരജയെ നടന്നു. നീരജ ഓർക്കുകയായിരുന്നു, ജന്മം കൊടുത്ത നരേന്ദ്രൻ പോലും സ്വന്തം കാര്യം നോക്കി പോയപ്പോൾ അവസാനം ഉപകരിച്ചത് താനടക്കം എല്ലാവരും ഒത്തിരി ദ്രോഹിച്ചവളാണ്. ആ ഓർമ്മയിൽ അവരറിയാതെ തേങ്ങിപ്പോയി. ആ തേങ്ങൽ കേട്ട് മീര തിരിഞ്ഞു നോക്കുമ്പോൾ അവർ വായും മുഖവും സാരിത്തലപ്പ് കൊണ്ട് പൊതിഞ്ഞ് തേങ്ങൽ അടക്കുകയാണ്. അത് കണ്ട് മീര നടത്തി നിർത്തി അവർ ഉറ്റുനോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ സാരിത്തലപ്പ് മാറ്റി വിരുമ്പലടക്കി പിടിച്ച് മുഖത്ത് പ്രസന്നത വരുത്താൻ നീരജ ശ്രമിച്ചു. വാ, കേറ്. മാഹി ഡ്രൈവറെ കാറുമായി പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ തന്നെ മീര നീരജയുമായി കാറിൽ കയറി പോകുന്നത് നോക്കി എൻട്രൻസിൽ തന്നെ മാഹി നിൽപ്പുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെത്തുമ്പോഴും നിലയുടെ അവസ്ഥയിൽ മാറ്റൊന്നും തന്നെയില്ല. മീര ഡോക്ടറോട് സംസാരിച്ചു. പേഷ്യൻറ്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചെന്നും അവൾ അറിയിച്ചു. ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ട സഹായങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തു. ആംബുലൻസ് റെഡിയായി. മീര അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ തീർത്ത് ബില്ല് മടച്ച് തിരികെ വരുമ്പോൾ നീരജ കൂപ്പുകൈകളോട് നിൽക്കുന്നുണ്ട്. അറ്റൻഡർമാർ നിലയെ സകല സജ്ജീകരണങ്ങളോട് ആംബുലൻസിലേക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ ഇരുവരും അങ്ങോട്ടേക്ക് നീങ്ങി. അന്നേരം അവൾ മിന്നായം പോലെ കണ്ടു യന്ത്രത്തിൻ്റെ സഹായത്തോടെ ജീവൻ നഷ്ടപ്പെടാതെ കിടക്കുന്നവളെ. അവളപ്പോൾ തന്നെ മുഖം തിരിച്ചു. ആംബുലൻസിൽ നീരജ കയറുന്നത് കണ്ട് ഒപ്പം അവൾ കയറി. ഡോറടക്കാൻ നേരം അവൾ കണ്ടു ആംബുലൻസിന് തൊട്ടു പിന്നാലെ വരാനെന്ന പോലെ സ്റ്റാർട്ടായി കിടക്കുന്ന മഹിയുടെ കാറും അതിനുള്ളിലിരിക്കുന്ന മഹിയും. ആ കാഴ്ച കണ്ട് അവളുടെ ചുണ്ടുകൾ ചെറുതായെന്ന് വിടർന്നു. അവൾക്കറിയാമായിരുന്നു ആ മനുഷ്യൻ എവിടെയും തന്നെ തനിച്ചാക്കില്ലെന്ന്. ഇനിയുള്ള ജീവിതത്തിൽ അച്ഛനൊരു നിഴൽ പോലെ കൂടെ ഉണ്ടാവുമെന്ന്. ആ സാഹചര്യത്തിൽ ആംബുലൻസിലിരിക്കെ അവൾ സന്ദർഭം മറന്ന് പുഞ്ചിരിച്ചു. കാരണം നമ്മളെ മാത്രം അവരുടെ ലോകമായി കാണുന്ന ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നത് എത്രമാത്രം വലിയ ഭാഗ്യമാണ്. മഹിയുടെ ലോകമേ ഇന്ന് മക്കളാണ്, അത് അവൾക്കും അറിയാം. അച്ഛന് തന്നോടുള്ള സ്നേഹവും കരുതലും ഓർത്ത് അവൾ മനസ്സ് നിറഞ്ഞ് അറിയാതെ പുഞ്ചിരിച്ചു പോയതാണ്. നീരജ നിർവികാരതയോടെ മീരയെ നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് താൻ ആംബുലൻസിലിരുന്ന് പുഞ്ചിരിക്കുവാണെന്ന് അവൾക്ക് ബോധം വന്നത്. അടുത്ത നിമിഷം ആ ചിരി മാഞ്ഞു. അവൾ നീരജയെ നോക്കാതെ പിറകെ വരുന്ന മഹിയുടെ കാറിനെ നിരീക്ഷിച്ചു. നിലയുടെ അവസ്ഥ കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാണെന്ന് വിചാരിച്ചു കാണും അവൾ ഓർത്തു. വിചാരിച്ചോട്ടെ, ആരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, മുന്നിൽ കിടക്കുന്നവൾ പുണ്യാത്മാവൊന്നുമല്ലല്ലോ. അവൾ സ്വയം സമാധാനിച്ചു. കുറച്ചു മണിക്കൂറുകൾ ആ മടുപ്പേറിയ യാത്ര തുടരേണ്ടി വന്നു. നീരജ പ്രാർത്ഥനയോടെ ഇരിപ്പാണ്. മീര നിലയെ ഉറ്റുനോക്കിയിരുന്നു. ആ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ശ്വാസമെടുക്കുന്നതാണ് ജീവനുള്ളതിൻ്റെ ആകെയുള്ളൊരു തെളിവ്, അതും വളരെ നേരിയ തോതിൽ. പെട്ടെന്ന് നോക്കുമ്പോൾ അവൾ ഡെഡ് ബോഡിയാണെന്ന് തോന്നിപ്പോകും. മീര അന്നേരം കഴിഞ്ഞ കാലങ്ങളിലൂടെ ഒരു ഓട്ട പ്രദർശനം നടത്തി വന്നു. നിലയുടെ ഇതുവരെയുള്ള ചെയ്തികൾ, വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെയും ഇന്നലെ കേട്ടതുപോലെ അവൾ ഓർത്തെടുത്തു. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അച്ഛൻ്റെ നെറുകേടുകൾക്ക് കൂട്ടുനിന്നവൾ ഇപ്പം സഹായിക്കാൻ ആ അച്ഛൻ പോലും ഇല്ലാതെ ഒരു ജീവച്ഛവമായി മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ ഒന്നുപോലും അറിയാതെ ദൈവം വിധിച്ച ശിക്ഷ പോലെ അവൾ ചെയ്തു കൂട്ടിയതിനൊക്കെ ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ എല്ലാ വിധത്തിലും പകരം ചോദിച്ചിരിക്കുന്നു. ചതിച്ച് നേടിയതൊന്നും ഇപ്പോൾ അവളുടെ പക്കലില്ല. ആരെ നശിപ്പിക്കാനാണ് അവൾ ശ്രമിച്ചത്, അതേ വ്യക്തി ഇന്ന് അവൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ്. ആ ആംബുലൻസിൽ വെച്ച് മീരയ്ക്ക് ദൈവമുണ്ടെന്ന് വ്യക്തമായി. ദൈവം ദുഷ്ടരെ പന പോലെ വളർത്തും. ഒടുവിൽ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുചെന്ന് നിർത്തി താഴേക്ക് അങ്ങ് തള്ളിവിടും. ആ വീഴ്ച താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ ആ പ്രശസ്തമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ ആംബുലൻസ് ചെന്ന് നിന്നു.
നേരത്തെ മാഹി വിളിച്ച് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റലിന് പുറത്ത് തന്നെ 2-3 അറ്റൻഡർമാരുണ്ടായിരുന്നു. ആംബുലൻസ് ഡോറ് തുറന്ന് അവൾ അപ്പോൾ തന്നെ നിലയെ ശ്രദ്ധയോടെ പുറത്തേക്കിറക്കി ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിച്ചു. നീരജ് അവർക്ക് പിന്നാലെ നടന്നപ്പോൾ മീര ചെന്നത് നേരെ മഹിയുടെ കാറിന് നേർക്കാണ്. മഹി കാറിൽ തന്നെ ഇരിപ്പാണ്. അയാൾക്ക് ഒട്ടും താല്പര്യമില്ല നിലയ്ക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ. ജീവൻ രക്ഷിച്ചു കൊടുത്താൽ അത് തൻ്റെ മകൾക്ക് തന്നെ വിനിയായി വരുമോ എന്നൊരു ഭയം മഹിക്കുണ്ട്. എന്താ മഹാദേവൻ സാറേ ഈ വഴിക്ക്? അവൾ അടുത്തേക്ക് വരുന്നത് കണ്ട് ഗ്ലാസ് താഴ്ത്തിയ മഹിക്ക് നേരെ കുനിഞ്ഞുകൊണ്ട് മീര ചോദിച്ചു. മഹി അവളെ ഗൗരവത്തിലൊന്ന് നോക്കി. സാറ് ദേഷ്യത്തിലാണെന്ന് തോന്നല്ലോ. അവൾ മഹിയുടെ കവിളിൽ പിടിച്ച് വലിച്ചു വിട്ടു. പോക്കോണം അവിടുന്ന്. നീ പറഞ്ഞിട്ട് പോയതൊന്നും ഞാൻ മറന്നിട്ടില്ല. വായ്പ വേണം പോലും അവൾക്ക്. അവ നീ എന്നെ ആരായിട്ടടി കാണുന്നേ? ഞാൻ നിന്റെ തന്തയടി. എനിക്കുള്ളതെല്ലാം നിനക്ക് മാത്രം അവകാശപ്പെടുത്താ. മനസ്സിലായോ? മഹി ചൂടായി. ഓ എനിക്കറിയാവേ, അച്ഛൻ്റെ സഹായം സ്വീകരിക്കാൻ അമ്മക്കൊരു മടി ഉണ്ടാവില്ലേ? അതുകൂടി ഓർത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, മീര പറഞ്ഞു. പിന്നെ മഹിയും അതേപ്പറ്റി ഒന്നും മിണ്ടിയില്ല. അച്ഛൻ വല്ലെന്ന ഞാൻ കരുതിയത്. അവൾ നിഷ്കളങ്കതയോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ ഗൗരവത്തിലിരുന്ന മഹിക്കും ചിരി വന്നുപോയി. നടക്കാം അങ്ങോട്ട്. കാറിൽ നിന്നിറങ്ങി ലോക്ക് ചെയ്തുകൊണ്ട് മഹിയും മുന്നോട്ട് നടന്നു. പിന്നാലെ മീരയും.